ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസത്തിൽ വരുന്ന ലെറ്റസ് അസസ് സെക്ഷൻസിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. Question: The illustration related to the transmission of hormones to their target cells is given below. Analyze it and answer the questions. താഴെ നമുക്കൊരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ടാർഗറ്റ് സെല്ലിലോട്ടുള്ള ഹോർമോൺസിന്റെ ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലിസ്ട്രേഷൻ ആണ്. ഇത് അനലൈസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ദ ഫോർമേഷൻ ഓഫ് സി. അപ്പോൾ നമുക്കൊരു 3 ബോക്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ എ പറയുന്ന ഹോർമോൺ ഉണ്ട്, പിന്നെ ബി റിസപ്റ്റർ ഉണ്ട്, പിന്നെ വരുന്നത് സി ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇതിൽ സിയുടെ ഫോർമേഷന് എന്റെ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് എഴുതാൻ പറയുന്നത്. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, അതായത് സി ഫോം ചെയ്യണമെങ്കിൽ ഹോർമോൺ എ മസ്റ്റ് ആയിട്ടും റിസപ്റ്റർ ബി ആയിട്ട് ബൈൻഡ് ചെയ്യണം. എന്നിട്ടാണ് ഈ ഒരു കോംപ്ലക്സ് വന്നിട്ട് ഒരു ടാർഗറ്റ് സെല്ലിന്റെ ഇൻസൈഡിൽ സ്പെസിഫിക് ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അതായത് ടാർഗറ്റ് സെല്ലിൽ വന്നിട്ട് ഒരു ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഹോർമോൺ എയും ബിയും ആയിട്ട് ബൈൻഡ് ചെയ്ത് ഫോം ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹോർമോൺ എ മസ്റ്റ് ബൈൻഡ് വിത്ത് റിസപ്റ്റർ ബി ടു ഫോം ദ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് സി. This complex then starts a specific action inside the target cells. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. If A is the releasing hormone, where can B found? ഇപ്പോൾ എ പറയുന്നത് റിലീസിങ് ഹോർമോൺ ആണെങ്കിൽ നമുക്ക് ബി എവിടെയാണ് കാണാൻ കഴിയുക? ഇപ്പോൾ എ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിൽ നിന്നുള്ള റിലീസിങ് ഹോർമോൺ ആണെങ്കിൽ നമുക്ക് റിസപ്റ്റർ ബി കാണാൻ കഴിയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്തുള്ള സെൽസിലാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. If A is a releasing hormone from the hypothalamus, the receptor B would be the cells of the pituitary gland. Third question നോക്കാം. How does the secretion and transmission of A differ in plants and animals? പ്ലാന്റ്സിലും അനിമൽസിലും എന്റെ സെക്രീഷനും ട്രാൻസ്മിഷനും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്? അനിമൽസിൽ ഹോർമോൺസ് വന്നിട്ട് ഗ്ലാൻസിലാണ് ഉണ്ടാവുന്നത്. ഇത് ബ്ലഡിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ അവ വന്നിട്ട് സെൽ ടു സെല്ലാണ് മൂവ് ആവുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ ട്യൂബിലൂടെയാണ് അത് മൂവ് ആവുന്നത്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇൻ അനിമൽസ് ഹോർമോൺസ് ആർ മെയ്ഡ് ഇൻ ഗ്ലാൻസ് ആൻഡ് ട്രാവൽ ത്രൂ ബ്ലഡ്, but in plants they move from cell to cell or through special tubes. Question: The illustration given below is related to the regulation of calcium level in blood. Analyze it and answer the questions. ഇപ്പോൾ താഴെ നമുക്കൊരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ബ്ലഡിലുള്ള കാൽഷ്യം ലെവലിന്റെ റെഗുലേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലിസ്ട്രേഷൻ ആണ്. ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഹോർമോൺ ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് 1? അപ്പോൾ ഇതിൽ ബ്ലഡ് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് കാൽസിട്ടോണിനാണ്. അതായത് ബ്ലഡ് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ആവുന്ന സമയത്ത് കാൽസിട്ടോണിൻ പറഞ്ഞ ഹോർമോൺ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ബ്ലഡ് കാൽഷ്യം ലെവൽ ഡിക്രീസ് ആവുന്ന സമയത്ത്, അതായത് ഈ ഒരു റേഞ്ചിൽ നിന്നും കുറയുന്ന സമയത്ത് അവിടെ പാരാതോർമോൺ പറഞ്ഞൊരു ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാൽസിട്ടോണിനാണ്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ദ ഹോർമോൺ ഇൻഡിക്കേറ്റഡ് ആസ് 1 ഈസ് കാൽസിട്ടോണിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ്രോ ദ ഇലിസ്ട്രേഷൻ ഷോയിങ് ഗ്ലൂക്കോസ് ഇൻസ്റ്റെഡ് ഓഫ് കാൽഷ്യം. അതായത് കാൽഷ്യത്തിന് പകരം ഗ്ലൂക്കോസിനെ ഇലിസ്ട്രേഷൻ ചെയ്യാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്ലഡ് കാൽഷ്യം ലെവലിന് പകരം നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് കൊടുക്കേണ്ടത്. അതുപോലെ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ ഇത് ഡിക്രീസ് ചെയ്യുമ്പോൾ ഏത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ ഇലിസ്ട്രേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ വരാൻ നോക്കാം. അപ്പോൾ ഇവിടെ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 70 to 100 mg/dl ആണ്. അപ്പോൾ ഇത് ഇൻക്രീസ് ആവുന്ന സമയത്ത് ഇൻസുലിൻ പറഞ്ഞ ഹോർമോൺ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ഈ ഒരു ലെവൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: The amount of thyroxine in the blood decreases
Through various stages, the amount of thyroxine is brought back to an adequate level. List the actions that take place for this in order and the hormones are responsible for it. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നമ്മുടെ ബ്ലഡിനകത്തുള്ള തൈറോക്സിൻ്റെ എമൗണ്ട് ഡിക്രീസ് ആവും. ഇങ്ങനെ ഡിക്രീസ് ആവുന്ന സമയത്ത് ആ തൈറോക്സിൻ്റെ എമൗണ്ട് തിരിച്ച് അഡിക്വേറ്റ് ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേരിയസ് സ്റ്റേജസിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജസിൽ നടക്കുന്ന ആക്ഷൻസിനെ ഓർഡർ ആയിട്ട് ലിസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺസിനെയും ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആദ്യം ഹൈപ്പോതലാമസ് ലോ തൈറോക്സിൻ ഡിറ്റക്ട് ചെയ്യുന്നു. അതായത് ബ്ലഡിൽ തൈറോക്സിൻ ലെവൽ കുറയുന്ന സമയത്ത് ഹൈപ്പോതലാമസ് ആണ് അത് ഡിറ്റക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ TRH പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പോൾ ഈ TRH ഹോർമോൺ വന്നിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോട്ട് ട്രാവൽ ചെയ്തിട്ട് അവിടെ TSH പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ഈ TSH വീണ്ടും തൈറോയിഡ് ഗ്ലാൻഡിലോട്ട് ട്രാവൽ ചെയ്തിട്ട് അവിടെ കൂടുതൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു തൈറോക്സിൻ ലെവൽ ഇങ്ങനെ കൂട്ടുന്നതോടുകൂടി നമ്മുടെ ബ്ലഡിൽ തൈറോക്സിൻ ലെവൽ നോർമലായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ്, the hypothalamus detects low thyroxine and releases a hormone called TRH. TRH travels to the pituitary gland and tells it to release TSH. TSH travels to the thyroid gland and tells it to produce more thyroxine. This brings the thyroxine level in the blood back to normal. Question: is it possible to sleep during the day just as one can sleep at night? Justify your opinion by relating it to the functions of the pineal gland. നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന പോലെ പകല് ഉറങ്ങാൻ കഴിയുമോ? അപ്പോൾ ഇത് വന്നിട്ട് പീനിയൽ ഗ്ലാൻഡിന്റെ ഫങ്ഷൻസുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒപ്പീനിയൻ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രി കടന്നുറങ്ങുന്ന പോലെ പകല് ഉറങ്ങാൻ ഒരിക്കലും കഴിയില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പീനിയൽ ഗ്ലാൻഡ് വന്നിട്ട് മെലാറ്റോണിൻ പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോണാണ് നമ്മുടെ സ്ലീപ്പിന് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ മെലാറ്റോണിൻ വന്നിട്ട് ഡാർക്കിലായിരിക്കും ഹൈ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വന്നിട്ട് നമ്മൾ കൂടുതൽ ഉറക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം പകലിൽ വന്നിട്ട് മെലാറ്റോണിൻ പ്രൊഡക്ഷൻ വന്നിട്ട് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രാത്രി പോലെ പകൽ നമുക്ക് ഉറങ്ങാൻ കഴിയാത്തത്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇറ്റ് ഈസ് ജനറലി ഹാർഡർ ടു സ്ലീപ്പ് വെൽ during the day compared to at night. The pineal gland produces a hormone called melatonin, which is responsible for our sleep. Melatonin production is high in the dark, which makes us feel sleepy. During the day, light reduces melatonin production, so we feel more awake. Question: the hypothalamus functions as a part of the nervous system and the endocrine system. Evaluate the statement. Hypothalamus വന്നിട്ട് നെർവസ് സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയും പാർട്ടായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചറും ഹങ്കറൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഹൈപ്പോതലാമസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായിട്ടും ഹൈപ്പോതലാമസ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈപ്പോതലാമസിൻ്റെ അൾട്ടിമേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. The hypothalamus acts as a part of the nervous system by controlling body temperature and hunger. It acts as a part of the endocrine system by producing hormones that control the pituitary gland. The ultimate function of hypothalamus is to maintain homeostasis. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: a person runs very fast and escapes from a ferocious dog. This incident involves the functions listed below. Write them in the correct sequence. ഇപ്പോൾ ഒരു ഡോഗ് ഒരു വ്യക്തിൻ്റെ ബാക്കിൽ ഓടി വരികയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി വന്നിട്ട് ആ ഡോഗിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് റൺ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനകത്ത് താഴെ തന്നിരിക്കുന്ന കുറച്ച് ഫങ്ഷൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫങ്ഷൻസിനെ കറക്റ്റ് സീക്വൻസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ആക്ഷൻ ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ്, രണ്ടാമത്തെ ആക്ഷൻ ഓഫ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം,
മൂന്നാമത് ആക്ഷൻ ഓഫ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ റിക്കവർ ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ആദ്യം ആക്ഷൻ ഓഫ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. അപ്പോൾ ഒരു ഡോഗ് നമ്മുടെ ബാക്കിൽ വരുന്ന സമയത്ത് അവിടെ നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുക, അതായത് നമ്മൾ അവിടെ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആദ്യം വരുന്നത്. പിന്നെ വരുന്നത് ആക്ഷൻ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. പിന്നെ വരുന്നത് ആക്ഷൻ ഓഫ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അതായത് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കും. അതാണ് ആക്ഷൻ ഓഫ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് സീക്വൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. The correct sequence is action of sympathetic nervous system, action of the adrenal gland, action of the parasympathetic nervous system. Question: Information about a chemical substance is provided in the box. Analyze it and answer the questions. ഇപ്പോൾ താഴെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോക്സിൽ എന്താണ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് നോക്കാം. ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷീസ് സെക്രീറ്റ് ഇറ്റ് ഇൻ ടു ദ സറൗണ്ടിങ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അത് സെയിം സ്പീഷീസിൽ ബിലോങ് ചെയ്തിട്ടുള്ള ഓർഗാനിസം വന്നിട്ട് അവരുടെ സറൗണ്ടിങ്സിൽ സെക്രീറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഇറ്റ് ഈസ് യൂസ് ടു മാർക്ക് എ പാത്ത് ആൻഡ് ടു അട്രാക്ട് മേറ്റ്സ്. ഇത് വന്നിട്ട് പാത്ത് മാർക്ക് ചെയ്യാനും അവരുടെ മേറ്റ്സിനെ അട്രാക്ട് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതോട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് ഇസ് മെൻഷൻ ഇൻ ദ ബോക്സ്? ഈ ബോക്സിൽ ഏത് കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു ബോക്സിൽ മെൻഷൻ ചെയ്ത കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഫെറോമോൺ ആണ്. പിന്നെ ആൻസർ നോക്കാം. ദ കെമിക്കൽ സബ്സ്റ്റൻസ് മെൻഷൻഡ് ഇസ് എ ഫെറോമോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി ടു അതർ പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് കെമിക്കൽ സബ്സ്റ്റൻസ്. ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന്റെ മറ്റു രണ്ട് പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫെറോമോണിന്റെ മറ്റു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡേഞ്ചർ സിഗ്നൽ ചെയ്യാൻ. അപ്പോൾ ഡേഞ്ചർ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് സിഗ്നൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫുഡ് സോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യാനും ഈ ഫെറോമോൺ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ടു അതർ ഫങ്ഷൻസ് ആർ സിഗ്നലിംഗ് ഡേഞ്ചർ, ഇൻഡിക്കേറ്റിംഗ് എ ഫുഡ് സോഴ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ ഡു ഫാമേഴ്സ് മേക്ക് യൂസ് ഓഫ് ദിസ് കെമിക്കൽ സബ്സ്റ്റൻസ്? ഫാമേഴ്സ് എങ്ങനെയാണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഫാമേഴ്സ് വന്നിട്ട് ഫെറോമോൺ ട്രാപ്സ് യൂസ് ചെയ്തിട്ട് പെസ്റ്റുകളെ അട്രാക്ട് ചെയ്യും, ക്യാച്ച് ചെയ്യും ചെയ്യുന്നു. ഇത് വന്നിട്ട് അവരുടെ ക്രോപ്സ് ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Farmers use pheromone traps to attract and catch pests, which help to protect their crops from damage. Subscribe to this channel for more videos like this. Question: X, Y, Z are the functions of different plant hormones. Analyze them and choose the correct options. ഇപ്പോൾ താഴെ നമുക്ക് 3 ബോക്സ് തന്നിട്ടുണ്ട്, എക്സ് വൈ സെറ്റ് എന്ന്. അപ്പോൾ ഈ മൂന്ന് ബോക്സിലും ഡിഫറെൻറ്റ് പ്ലാന്റ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അനലൈസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ട് എക്സ് വൈ സെറ്റ് വന്നിട്ട് 3 കോളത്തിൽ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2, 3, 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് എന്ന ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഹെൽപ്സ് ടു ടൈഡ് ഓവർ അൺഫേവറബിൾ സിറ്റുവേഷൻ മറികടക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ്. രണ്ടാമത്തെ വന്നിട്ട് ഡിലേസ് സെൻസൻസ് ഓഫ് ലീവ്സ് ആൻഡ് റീറ്റെയിൻ ദ ഗ്രീൻനെസ് ഇൻ ദാറ്റ്. അതായത് ലീവ്സിന്റെ കളർ ഗ്രീനിഷ് ആക്കാനും അതിനെ യങ് ആക്കി വെക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ്. മൂന്നാമത്തെ പ്രിവെന്റ്സ് ദ ഗ്രോത്ത് ഓഫ് ദ ലേറ്ററൽ ബഡ്, അതായത് ഇലകളിൽ ഉണ്ടാവുന്ന സൈഡ് ബഡ്സിനെയൊക്കെ അത് പ്രിവെന്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. അതായത് അബ്സിസിക് ആസിഡ് ആണ് എക്സ് പറയുന്ന ആ ബോക്സിലുള്ള പ്ലാന്റ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സൈറ്റോകിനിൻ ആണ്. പിന്നെ വരുന്നത് ഓക്സിൻ ആണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് തേർഡ്, അബ്സിസിക് ആസിഡ്, സൈറ്റോകിനിൻ, ഓക്സിൻ. അപ്പോൾ ഈ ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്താണ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ എക്സ്, അതായത് അബ്സിസിക് ആസിഡ്, ഇത് വന്നിട്ട് പ്ലാന്റ്സിന് ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ നിന്ന് സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ വൈ എന്ന് പറയുന്നത് സൈറ്റോകിനിൻ ആണ്. സൈറ്റോകിനിൻ വന്നിട്ട് ലീവ്സിന്റെ ഗ്രീനിഷ് കളർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ യങ് ആയിട്ട് കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു.
പിന്നെ സെറ്റ് പറയുന്നത് ഓക്സിൻ ആണ്. ഓക്സിൻ വന്നിട്ട് സൈഡ് ബഡ്സിനെ ഗ്രോ ചെയ്യുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നു. Question. Explain how the pancreas regulates the amount of glucose in the blood in the following situations. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ എമൗണ്ട് പാൻക്രിയാസ് റെഗുലേറ്റ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം. എ പേഴ്സൺ ഈറ്റ്സ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്. അപ്പോൾ ഒരു വ്യക്തി കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പാൻക്രിയാസ് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് പറയേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് റൈസ് ആവും. അപ്പോൾ പാൻക്രിയാസ് വന്നിട്ട് ഇതിനെ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്യും. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. After a person eats carbohydrates, blood glucose rises, so the pancreas releases insulin to lower it. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. എ പേഴ്സൺ ഫാസ്റ്റ് ഫോർ 12 hours. 12 ഹവേഴ്സിന് ഒരു വ്യക്തി ഫാസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഒരു വ്യക്തി ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കുറയും. അപ്പോൾ പാൻക്രിയാസ് വന്നിട്ട് ഗ്ലൂക്കോജൻ പറഞ്ഞ ഒരു ഹോർമോൺ റിലീസ് ചെയ്തിട്ട് അതിനെ റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. When a person fasts, blood glucose falls, so the pancreas releases glucagon to rise it. ഇനി തേർഡ് സിറ്റുവേഷൻ നോക്കാം. എ പേഴ്സൺ ഹാസ് ടൈപ്പ് 1 ഡയബറ്റീസ് ആൻഡ് ടേക്സ് ഇൻസുലിൻ റെഗുലർലി. അപ്പോൾ ഒരു വ്യക്തിക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം റെഗുലറായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസ് എമൗണ്ട് പാൻക്രിയാസ് റെഗുലേറ്റ് ചെയ്യാന്ന് നോക്കാം. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിക്ക് ഇൻസുലിൻ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഇൻസുലിൻ അവരുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഇഞ്ചെക്ട് ചെയ്ത ഇൻസുലിൻ വന്നിട്ട് അവരുടെ ബോഡിയിന് ബ്ലഡിൽ നിന്നും ഗ്ലൂക്കോസ് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A person with type 1 diabetes cannot make insulin, so they inject it. The injected insulin helps their body use glucose from the blood. Question. Explain how hormones influence plant growth in the following situation. താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഹോർമോൺസ് പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ തന്നെ നോക്കാം. എ സീഡ്ലിംഗ് ഗ്രോസ് ഇൻ കംപ്ലീറ്റ് ഡാർക്ക്നെസ്. കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ ഒരു സീഡ്ലിങ്സ് എങ്ങനെയാണ് ഗ്രോ ചെയ്യാന്നാണ്. അപ്പോൾ കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ വന്നിട്ട് ഒരു സീഡ്ലിങ് ലോങ്ങും വീക്കും ആയിട്ടാണ് ഗ്രോ ചെയ്യുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഡാർക്ക്നെസ്സിൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് അവർ വെളിച്ചം തേടി പോകും. അപ്പോൾ ഈ ഒരു പ്ലാന്റിനകത്തുള്ള ഓക്സിൻ വന്നിട്ട് ഈ വെളിച്ചം തേടി പോകുന്ന സമയത്ത് അതിൻ്റെ സെൽസിനെ എലോങ്ങേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In complete darkness, a seedling grows very long and weak because auxin makes the cells elongate as it searches for light. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. എ ഫാമർ സ്പ്രേസ് ഗിബ്രലിൻസ് ഓൺ എ ക്രോപ്പ്. ഇപ്പോൾ ഒരു ഫാമർ വന്നിട്ട് ക്രോപ്പിന്റെ മേലേക്ക് ഗിബ്രലിൻസ് സ്പ്രേ ചെയ്താൽ എന്താ സംഭവിക്കാന്ന്. അപ്പോൾ ഒരു ഫാമർ ക്രോപ്സിൻ്റെയൊക്കെ മേലെ ഗിബ്രലിൻസ് സ്പ്രേ ചെയ്യുമ്പോൾ അത് വന്നിട്ട് പ്ലാന്റിന്റെ സ്റ്റെംസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അത് ലോങ്ങർ ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല അതിനകത്തുള്ള ഫ്രൂട്ട്സ് ഒക്കെ വളരെ ലാർജ് ആയിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യും. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. When a farmer sprays gibberellins on a crop, it stimulates the stems to grow longer and can also make fruits grow larger. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.